എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് ഇരിക്കാമെന്ന് വിചാരിക്കുന്നു. ഇന്ന് ചെടികളുടെ വീഡിയോ ആണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യണത്. കുറേ നാളായി ചെടികളുടെ വീഡിയോ ഒക്കെ കാണിച്ചിട്ടല്ലേ. അപ്പം നല്ല മഴ ആയതുകൊണ്ടാണ് ചെടികളുടെ വീഡിയോ ഒന്നും ഞാൻ കാണിക്കാണ്ടിരിക്കുന്നത്. മഴയെല്ലാം മാറി വെയിൽ വന്നു എന്നൊക്കെ വിചാരിച്ചപ്പോൾ പെട്ടെന്ന് ചെറിയ ചെറിയ മഴയൊക്കെ ഉണ്ട്. എങ്കിലും കുഴപ്പമില്ല, വലിയ കാര്യമായിട്ടുള്ള മഴ ഉണ്ടാവില്ല എന്നാണ് എൻ്റെ ഒരു വിചാരം. അപ്പോൾ അതുകൊണ്ട് ഇന്ന് ചെടികൾക്ക് കുറച്ച് വളങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഏതൊക്കെ വളങ്ങളാണ് എൻ്റെ ചെടികൾക്ക് ഞാൻ ഉപയോഗിക്കുന്നത് എന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. എൻ്റെ ഓർക്കിഡിലൊരു നല്ല ഭംഗിയുള്ള പൂ വിരിഞ്ഞിട്ടുണ്ട്. വെള്ളയാണെങ്കിലും സൈഡിൽ ഇങ്ങനെ ചെറിയൊരു വയലറ്റ് കളറുള്ള നല്ല ഭംഗിയുള്ളൊരു പൂവാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇപ്പോൾ ചെടികളെ വളർത്തുന്ന എല്ലാവരും മഴയെല്ലാം മാറിക്കഴിയുമ്പോൾ നമുക്ക് കുറച്ച് വളങ്ങളൊക്കെ ചേർത്ത് കൊടുത്താൽ മാത്രമാണ് ചെടികളിലൊക്കെ നിറയെ പൂക്കളുണ്ടാവുള്ളൂ. ഇതിനൊക്കെ കുറച്ച് DAP ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എല്ലാത്തിലും നിറയെ മുട്ടുകളും നിറയെ പൂക്കളുമാണ്. ഈ ചെടിയുടെ പേര് എനിക്ക് അറിഞ്ഞുകൂടാ, അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരണം കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ കൊണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. ചെത്തിയിലെല്ലാം പൂക്കൾ കഴിഞ്ഞ് ഇപ്പോൾ നിറയെ മുട്ടുകൾ വന്നിട്ടുണ്ട്. ഇതിനൊക്കെ ഞാൻ DAP ആണ് ഇട്ട് കൊടുക്കുന്നത്. നല്ല വെയിലുണ്ടെങ്കിൽ അടീനിയൊക്കെ ഒന്ന് പ്രൂണിങ് ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷേ അടുപ്പിച്ച് 2 ദിവസം ചെറിയ മഴയുള്ളത് കൊണ്ട് തൽക്കാലം മാറ്റി വെച്ചേക്കാണ്. അടീനിയത്തിന് എന്തൊക്കെയാണ് വളങ്ങൾ ചേർക്കണത്, പ്രൂണിങ് ചെയ്യണത്. ഇത് ഞാൻ പ്രൂണിങ് ചെയ്ത് നിർത്തിയതാണ്. ഇതിൽ മുട്ടൊക്കെ വന്നിരുന്നു, പക്ഷെ എന്താണെന്നില്ല, മുട്ട് കൊഴിഞ്ഞു പോയി. അപ്പോൾ അതിന് വളത്തിൻ്റെ കുറവുണ്ട്, അതുകൊണ്ടായിരിക്കും മുട്ട് കൊഴിഞ്ഞു പോയത്. അപ്പോൾ അതിന് കുറച്ച് വളങ്ങളൊക്കെ ചേർക്കണം. ഇതിലെല്ലാം ധാരാളം പൂക്കളുണ്ടാവും. ഇത് നാടനാണ്, അതുകൊണ്ട് കുഴപ്പമില്ല. മറ്റതൊക്കെ ഡബിൾ പെറ്റിലൊക്കെയാണ്, നാടനല്ല. പിന്നെ എന്നോട് രാഹിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു അടീനിയത്തിൻ്റെ വിത്തിൽ നിന്നാണോ തൈ ഉണ്ടാക്കണേന്ന്. ഇതിലെപ്പോഴും വിത്ത് ഉണ്ടാവും കേട്ടോ. അതെ, ഇതിൽ വിത്തുണ്ടായി വരുന്നുണ്ട് കണ്ടോ. ഇതിന് നിറയെ വിത്തുണ്ടാവും നാടനിൽ. പക്ഷെ ബാക്കിയുള്ളതിൽ അങ്ങനെ വിത്തുണ്ടായി കണ്ടിട്ടില്ല. ചിലപ്പോൾ ഉണ്ടാവുമായിരിക്കും. അങ്ങനെ വിത്തിൽ നിന്ന് ഉണ്ടാക്കിയ തൈയാണിത്. ഇതൊക്കെ വിത്തിൽ നിന്ന് ഉണ്ടാക്കിയ തൈകളാണ്. ഇതിലൊക്കെ പെട്ടെന്ന് പൂക്കൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ എവിടെ നിന്നാണ് വളം വാങ്ങിച്ചത്, ഏതൊക്കെയാണ് വാങ്ങിച്ചതെന്നൊക്കെ കാണിച്ചു തരാം. വളങ്ങൾ ഇടണമെന്നൊന്നും കാണിക്കാനില്ല കേട്ടോ, അത് വേറൊരു ദിവസം കാണിക്കാം. ഇന്ന് ചെറിയ മഴയുള്ളത് കൊണ്ട് വളം ചേർക്കണില്ല, വേറൊരു ദിവസം കാണിക്കാം. തൃപ്പൂണിത്തുറ കിഴക്കേക്കോട്ടയിലുള്ള ചെമ്മാരപ്പള്ളി എന്ന് പറഞ്ഞൊരു കടയിൽ നിന്നാണ്, ഒരു വളക്കടയിൽ നിന്നാണ് ഞാൻ എപ്പോഴും വളങ്ങളൊക്കെ വാങ്ങിക്കാറുള്ളത്. കുറേ വർഷങ്ങളായിട്ടുള്ള ഒരു കടയാണ് കേട്ടത്. എല്ലാ തരത്തിലുള്ള വളങ്ങളും ഉണ്ട്, രാസവളങ്ങളും ഉണ്ട്, ജൈവവളങ്ങളും ഉണ്ട്, കീടനാശിനികളും എല്ലാം ഉണ്ട് കേട്ടോ. എല്ലാം ഉള്ള ഒരു കടയാണ്. അത്ര വലിയ വിലയൊന്നും എനിക്കവിടെ തോന്നിയിട്ടില്ല കേട്ടോ. നല്ലൊരു കടയാണ്. നമുക്ക് ഇല്ലാത്ത വളങ്ങളൊക്കെ അവർ വേണമെങ്കിൽ വരുത്തി തരും. മണ്ണ് എല്ലാം ഉണ്ട് കേട്ടോ അവിടെ. ചെടി നടാനുള്ള മണ്ണൊക്കെ ഉണ്ട്. തൊട്ടപ്പുറത്ത് തന്നെ എല്ലാ ഗാർഡൻ ടൂൾസും ഉള്ള അവരുടെ ഒരു കടയുണ്ട്. കുറച്ച് മാറിയിട്ട് തൊട്ട് ഒരു 2-3 കട കഴിയുമ്പോഴേക്കും അവിടെ അവരുടെ ചെടിച്ചട്ടികളുടെയൊക്കെ കടയുണ്ട് കേട്ടോ. ഈ കടയിൽ നിന്നാണ് ഞങ്ങൾ വളങ്ങളൊക്കെ വാങ്ങിക്കുന്നത്. ഇത് കണ്ടോ, ഞാനൊരു NPK വാങ്ങിച്ചിട്ടുണ്ട്. 19 അർജുന എന്ന് പറഞ്ഞൊരു കമ്പനിയാണ്. അപ്പോൾ ഇത് നമുക്ക് 5 ഗ്രാം എടുത്തിട്ട് 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാം. ധാരാളം പൂക്കളൊക്കെ ഉണ്ടാവും. ഒരു 10 ദിവസം ഇടവിട്ട് ഒക്കെ കൊടുത്താൽ മതി. ഒരു ഇത്തിരി കൂടിപ്പോയാലും കുഴപ്പമില്ല, എന്ന് വെച്ചാൽ ഒരുപാട് അധികം ആവരുത് കേട്ടോ. അപ്പോൾ ചെടിക്ക് വല്ല കുഴപ്പങ്ങളൊക്കെ ഉണ്ടാവും. ഇത് DAP ആണ്. DAP ഞാൻ തീർന്നപ്പോൾ കുറച്ച് വാങ്ങിച്ചു. DAP ഇട്ട് കൊടുത്താൽ ഏത് പൂവുണ്ടാവാത്ത ചെടിയിലും പൂക്കളുണ്ടാവും കേട്ടോ, എനിക്കത് ഉറപ്പാണ്. ഇത് എല്ലുപൊടിയാണ്. എല്ലുപൊടി നമ്മുടെ അടീനിയത്തിനും റോസിനും ഒക്കെ ചേർത്ത് കൊടുക്കാം. പൂക്കളുണ്ടാവുന്ന ചെടികൾക്കൊക്കെ നല്ലതാണ്, പച്ചക്കറികൾക്കും നല്ലതാണ്. പച്ചക്കറി എനിക്കില്ല, അതുകൊണ്ട് ഞാൻ പച്ചക്കറി നട്ടിട്ടില്ലല്ലോ. അപ്പോൾ നമുക്കുള്ള ചെടികൾക്കെല്ലാം എല്ലുപൊടി, വേപ്പും പിണ്ണാക്കും ഇട്ട് കൊടുക്കാം. വേപ്പും പിണ്ണാക്ക് ഒരു കീടനാശിനി പോലെയാണ്, നമുക്കധികം കീടങ്ങളുടെ ആക്രമണമൊന്നും ഉണ്ടാവില്ല. ഇത് പൊടിയാണ് കേട്ടോ, കട്ടയല്ല. പൊടിയാണ് നല്ലത്. കട്ടയാകുമ്പോൾ നമ്മളത് പൊടിച്ചൊക്കെ എടുക്കാൻ നിൽക്കണം. ഇത് പൊടിയാണ് കണ്ടോ. വേപ്പും പിണ്ണാക്ക്, എല്ലുപൊടി, DAP, NPK 19 ഇതൊക്കെയാണ് ഞാൻ വാങ്ങിച്ചേക്കണത്. ഇതൊക്കെ നമുക്ക് ചെടികൾക്കൊക്കെ ഇട്ട് കൊടുക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞ ആ കട, തൃപ്പൂണിത്തുറയുള്ള കടയിൽ എല്ലാ തരം വളങ്ങൾ, പിന്നെന്താ പറയുക, നിങ്ങൾക്ക് ടൂൾസ്, ഗാർഡൻ ടൂൾസ് എല്ലാം, പിന്നെ ചെടിച്ചട്ടി, 3 കടയായിട്ടാണ് കേട്ടോ. വളങ്ങളൊരു കട, അതിൻ്റെ തൊട്ടിപ്പുറത്തായിട്ട് ടൂൾസിൻ്റെയൊക്കെ, ഗാർഡൻ ടൂൾസിൻ്റെ ഒക്കെ ഒരു കട, വലിയ കട. ചെറിയ കടയല്ല, വലിയ കട. വളക്കട ഇത്തിരി ചെറുതാണ് കേട്ടോ. പിന്നെ കുറച്ചങ്ങോട്ട് മാറിയിട്ട് ഒരു സൈക്കിൾ ഷോപ്പിൻ്റെ അടുത്തായിട്ടാണ് ചെടിച്ചട്ടികളൊക്കെ ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്കൊക്കെ, തൃപ്പൂണിത്തുറ ഉള്ളവർക്കൊക്കെ അവിടെ നിന്ന് വാങ്ങിക്കാൻ എളുപ്പമായിരിക്കും. അപ്പോൾ എല്ലാവരും വാങ്ങിക്കുക കേട്ടോ. എൻ്റെ ചെടികൾക്കൊക്കെ നന്നായിട്ട് ചേർത്ത് കൊടുക്കുക. വളം ഇട്ടാൽ മാത്രമാണ് ചെടികളിലൊക്കെ ധാരാളം പൂക്കളൊക്കെ ഉണ്ടാവുള്ളൂ, ഇലച്ചെടികളൊക്കെ നല്ല ഭംഗിയായിട്ട് നിൽക്കുള്ളൂ. അപ്പോൾ എപ്പോഴും നമ്മൾ രാസവളങ്ങൾ ചേർക്കുകയാണെങ്കിൽ
കുറേ അധികം ഒന്നും അളവില്ലാതെ വാരിക്കോരിയിട്ടാൽ ചെടികളൊക്കെ ഉണങ്ങിപ്പോവും. അപ്പം അതുകൊണ്ട് അതൊക്കെ ശ്രദ്ധിക്കുക. അങ്ങനെ സൂക്ഷിച്ചൊക്കെ നമ്മൾ ഇട്ട് കൊടുക്കുക കേട്ടോ. അവർ പറയണ പോലെ നമ്മൾ ചെയ്യുക. അല്ലാതെ അധികം പൂവുണ്ടാവണമെന്ന് വെച്ചിട്ട് കുറേ വാരിക്കോരി ഇട്ട് കൊടുത്താൽ ചെടികളൊക്കെ ചീത്തയായി പോകും. നമ്മൾ പിണ്ണാക്കൊക്കെ നമ്മൾ പുളിപ്പിച്ച് ചെടിക്ക് ഒഴിക്കുമല്ലോ, അപ്പോൾ ആ പിണ്ണാക്കൊക്കെ കൂടി ഇട്ട് കൊടുക്കരുത്. അപ്പോൾ ചിലപ്പോൾ ചെടികളൊക്കെ ഉണങ്ങിപ്പോവും. അതിൻ്റെ തെളി മാത്രം എടുത്തിട്ട് വെള്ളം കൂടി ചേർത്ത് ഡൈലൂട്ട് ചെയ്ത് മാത്രമേ ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ എന്താ പറയുക, ഇത്രയൊക്കെ ഉള്ളൂ. എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു. നിങ്ങളെല്ലാവരുടെ സപ്പോർട്ടാണ് എനിക്ക് മുന്നോട്ട് പോകാനുള്ള ഊർജ്ജം. നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുക. എല്ലാവർക്കും ടാറ്റാ.